ഹായ് ക്രിയേറ്റേഴ്സ്. ഇനി മുതൽ യൂട്യൂബിൽ നിന്ന് ക്യാഷ് കിട്ടിയില്ലെങ്കിലും ഒരുപാട് ആളുകൾ യൂട്യൂബിലേക്ക് കടന്നു വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ള ഒരു കിടിലൻ അപ്ഡേറ്റ് ആണ് യൂട്യൂബിൽ വന്നിട്ടുള്ളത്. കിടിലൻ അപ്ഡേറ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു അപ്ഡേറ്റിന് ഒരു പ്രത്യേകതയുണ്ട്. ഒരേ സമയം നമുക്ക് യൂസ്ഫുൾ ആണ്, അതുപോലെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു അപ്ഡേറ്റ് ആണെന്ന് പറയാം. എക്സാമ്പിൾ ആയിട്ട് ഇപ്പൊ നമുക്കൊരു വടി കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു വടി കൊണ്ട് നമുക്ക് മറ്റൊരാളെ അടിക്കാൻ കഴിയും. അതുപോലെ ആ വടി അയാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കും അടി കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇതെങ്ങനെ യൂസ്ഫുൾ ആകുന്നു എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. എന്തായാലും ഈ ഒരു അപ്ഡേറ്റിനെ കുറിച്ച് പറയുമ്പോൾ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുമ്പോൾ അധികം ആരും ശ്രദ്ധിക്കാത്തൊരു ഓപ്ഷൻ ഉണ്ട്. ഇതുപോലെ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടന്റ് ഡിറ്റക്ഷൻ, ഇത് തന്നെ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ പേര് മാറ്റി വന്നതാണ് കണ്ടന്റ് ഡിറ്റക്ഷൻ. ഒരുപാട് ക്രിയേറ്റേഴ്സിന്റെ ചാനൽ നഷ്ടപ്പെടാൻ കാരണം ഈ ഒരു ടൂളാണ്. ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങളുടെ പല ചാനൽ ഫ്രീസ് ആവാനും വ്യൂസ് കുറയാനൊക്കെ ഈ ഒരു ടൂള് കാരണമാകുന്നുണ്ട്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടൂൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ മറ്റൊരു ചാനലിന് സ്ട്രൈക്ക് കൊടുക്കുന്നത്. കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കൊടുത്ത് നമ്മൾ അവരുടെ ചാനൽ പൂട്ടിക്കുന്നത് ഈ ഒരു ടൂൾ ഉപയോഗിച്ചിട്ടാണ്. കോപ്പിറൈറ്റ് മാച്ച് ടൂൾ എന്നൊക്കെയാണ് പണ്ട് അറിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ ഇത് കണ്ടന്റ് ഡിറ്റക്ഷൻ എന്ന് പേര് മാറ്റിയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ അപ്ഡേറ്റ് ഇതല്ല. പക്ഷെ ഇതിനെക്കുറിച്ച് അറിഞ്ഞാലാണ് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഞാനിപ്പോ പറയാൻ പോകുന്ന അപ്ഡേറ്റിനെ കുറിച്ച് നമുക്ക് മനസ്സിലാകും. അപ്പൊ ഈ ഒരു കണ്ടന്റ് ഡിറ്റക്ഷൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കോപ്പിറൈറ്റ് മാച്ചിങ് ടൂള് കാണാം. അപ്പൊ ഇവിടെ ഇപ്പൊ നമ്മളത് ഇത് ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ജസ്റ്റ് അതൊന്ന് അക്സെപ്റ്റ് ഒക്കെ കൊടുക്കേണ്ടി വരും. അപ്പൊ ഞാൻ ഇവിടെ ഓൾറെഡി അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ കുറച്ച് വീഡിയോസ് മറ്റുള്ളവർ യൂസ് ചെയ്തിട്ടുള്ളത് കാണാം. അപ്പൊ എനിക്ക് ഇവർക്ക് സ്ട്രൈക്ക് കൊടുക്കാൻ പറ്റും. ഒന്നുകിൽ നമുക്ക് 7 ദിവസത്തിനുള്ളിൽ അത് റിമൂവ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് റിക്വസ്റ്റ് കൊടുക്കാം. 7 ദിവസത്തിനുള്ളിൽ റിമൂവ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് തന്നെ റിമൂവ് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് നേരിട്ടിട്ട് സ്ട്രൈക്ക് കൊടുക്കാം. ആ ഒരു വീഡിയോ അപ്പൊ തന്നെ യൂട്യൂബ് റിമൂവ് ചെയ്യുന്നതാണ്, സ്ട്രൈക്കും കൊടുക്കുന്നതാണ്. അപ്പൊ ഇങ്ങനെ ഇപ്പൊ 3 വീഡിയോ ഇതിലുണ്ട്. ഈ 3 വീഡിയോയും ഒരാളാണ് ചെയ്തത് എങ്കിൽ ഒറ്റയടിക്ക് നമുക്ക് 3 സ്ട്രൈക്ക് കൊടുത്തിട്ട് അവരുടെ ചാനൽ പൂട്ടിക്കാൻ പറ്റും. അപ്പൊ ഇതാണ് കണ്ടന്റ് ഡിറ്റക്ഷൻ. അപ്പൊ ഇവിടെ നമുക്ക് ചാനൽ പൂട്ടിക്കാൻ പറ്റുന്നത് എങ്ങനെയാണ്? നമ്മുടെ കണ്ടന്റ് ആരെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു കോപ്പിറൈറ്റ് മാച്ച് ടൂളിൽ കണ്ടന്റ് ഡിറ്റക്ഷനിൽ മാച്ചസ് എന്ന് പറഞ്ഞ് കാണിക്കും. അപ്പൊ നമുക്ക് അവർക്ക് സ്ട്രൈക്ക് കൊടുക്കാൻ പറ്റും. അപ്പൊ ഇത് ആദ്യം നമ്മൾ മനസ്സിലാക്കുക. ഇനിയാണ് നമ്മൾ പറയാൻ പോകുന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ്. ഇനി മുതൽ കണ്ടന്റ് ഡിറ്റക്ഷൻ എന്നുള്ള ഈ ഒരു ഭാഗത്ത് പുതിയൊരു ടൂൾ കൂടി നമുക്ക് ലഭിക്കുകയാണ്. ആ ഒരു ടൂളിന്റെ പേരാണ് ലൈക്ക്നെസ് ഡിറ്റക്ഷൻ ടൂൾ. ഇപ്പൊ കേൾക്കുമ്പോൾ നമ്മൾ ലൈക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തോ ആണെന്ന് വിചാരിക്കും. ഈ ഒരു ടൂള് ഒരു ക്രിയേറ്ററെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ചാനൽ ചെറുതോ വലുതോ ആയിക്കോട്ടെ, ഈ ഒരു പവർ, ഈ ഒരു ടൂൾ ആർക്കെങ്കിലും ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ചാനൽ മുഖാന്തരം നമുക്ക് വലിയ പണി കിട്ടാം. എങ്ങനെയെന്നല്ലേ? അപ്പോ ഈ ഒരു ടൂള് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, ഇത് എങ്ങനെ നമുക്ക് യൂസ്ഫുൾ ആകുന്നു, എങ്ങനെ നമുക്ക് ബുദ്ധിമുട്ടാകുന്നു എന്നുള്ളത് നോക്കാം. അതായത് വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു മാറിയ ലോകത്ത് ഫുൾ AI ആണെന്ന് നമുക്കറിയാം. എല്ലാത്തിലും AI ആണ്. അപ്പൊ നമ്മുടെ ഫേസ് ഉപയോഗിച്ച് മറ്റൊരാള് ദുരുപയോഗം ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് തടയാൻ കഴിയും. ഒന്നുകൂടി സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കുക. ഇപ്പൊ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നു, എന്റെ ഫേസ് ഉപയോഗിച്ച് വേറൊരാളൊരു വീഡിയോ റീക്രിയേറ്റ് ചെയ്തു. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ അറിയുന്നുണ്ടാവില്ല. പക്ഷെ ഇവിടെ യൂട്യൂബ് ലൈക്ക്നെസ് ഡിറ്റക്ഷൻ എന്നുള്ള ഈ ഒരു ടൂളിന്റെ ഭാഗത്ത് എന്റെ ഫോട്ടോ ഉപയോഗിച്ച് ഞാൻ എന്റെ വീഡിയോ ആൾട്ടർ ചെയ്തിട്ട് മാറ്റം വരുത്തി, ഞാൻ പറയാത്ത കാര്യം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും എന്റെ ഒരു ഫേസിനോട് സാമ്യത ഉള്ള രീതിയിലൊരു എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു ലൈക്ക്നെസ് ഡിറ്റക്ഷൻ ടൂൾ അത് കാണാൻ കഴിയും. അതെന്താ, ഇവിടെ ആരൊക്കെയാണെന്ന് നോക്കാൻ പറ്റും. അത് യൂട്യൂബിനെ കൊണ്ട് റിമൂവ് ചെയ്യിപ്പിക്കാനും കഴിയും. വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇതാണ്. അപ്പൊ യൂട്യൂബ് ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ആദ്യത്തേത് ദുരുപയോഗം തടയുക എന്നുള്ളത്. മിസ്യൂസ് ചെയ്യുക, നമ്മുടെ ഫോട്ടോ വെച്ചിട്ട് ഫോട്ടോയുമായി സാമ്യമായിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ. 2, ബെറ്റർ അഡ്വർടൈസ്മെന്റ് സർവീസ്, അതായത് പരസ്യങ്ങൾക്ക് അനുയോജ്യമാണോ എന്നുള്ളത്. 3, കോപ്പിറൈറ്റ് പ്രൊട്ടക്ഷൻ, അതായത് നമുക്ക് നമ്മുടെ ഫേസ് നമുക്ക് ആ ഒരു സുരക്ഷിതത്വം ലഭിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും അതിനപ്പുറത്തേക്ക് വ്യൂവേഴ്സിനെ തെറ്റിദ്ധരിക്കപ്പെടുന്നില്ല. വ്യൂവേഴ്സിന്റെ താല്പര്യം കൂടി, നമ്മൾ പറയാത്തൊരു കാര്യം മറ്റൊരാൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് AI ഉപയോഗിച്ച് ഒറിജിനൽ പോലെയും അതല്ലെങ്കിൽ ആൾട്ടേർഡ് ഒക്കെ ആക്കിയിട്ട് മാറ്റം വരുത്തിയിട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഏതൊരു ക്രിയേറ്റർക്കും വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇനി നിങ്ങൾ മനസ്സിലാക്കുക,
നമുക്കിപ്പോൾ ഓൾറെഡി ഇപ്പോൾ ഇത് മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളൊന്നും ഈ ഒരു ടൂള് വന്നിട്ടില്ല എന്നാണ് എൻ്റെ അറിവ്. വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, എൻ്റെ ഒരു ഫോട്ടോ വെച്ചിട്ട് മറ്റൊരാള് ഞാൻ പറയാത്ത കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും സാമ്യമുള്ള ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കത് യൂട്യൂബിനെ കൊണ്ട് റിമൂവ് ചെയ്യിപ്പിക്കാൻ കഴിയും. എന്തുകൊണ്ട്? ഞാനൊരു കണ്ടന്റ് ക്രിയേറ്റർ ആയതുകൊണ്ട് എനിക്ക് ആ ഒരു ടൂള് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് പറ്റും. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മളെ ഒരു വീഡിയോ, എൻ്റെ ഫേസുമായി ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ യൂട്യൂബിൽ പാടില്ല എന്ന് എനിക്ക് ഈ ഒരു കാര്യം കൊണ്ട് ഒരു സുരക്ഷിതത്വം ലഭിക്കുന്നുണ്ട്. അപ്പൊ യൂട്യൂബ് ചാനലിൽ അങ്ങനെ വീഡിയോസ് ചെയ്യണമെന്ന് താല്പര്യമില്ലാത്ത ഒരാൾക്ക് ഈ ഒരു ടൂള് ലഭിച്ചാൽ, അല്ലെങ്കിൽ അവരെ മിസ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ യൂട്യൂബിലേക്ക് കടന്നു വരാൻ ചാൻസ് കൂടുതലാണ്. കാരണം അവർ യൂട്യൂബിലൊന്നും ഇല്ല എന്ന് വിചാരിക്കുക, ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ആളാണ്. പക്ഷെ യൂട്യൂബിൽ അവരെ കുറിച്ചിട്ട് അല്ലെങ്കിൽ അവരുടെ ഫോട്ടോ വെച്ചിട്ട് AI ഉപയോഗിച്ചിട്ടൊക്കെ ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട്. നമുക്ക് സെയിം വീഡിയോ അവർ ഉപയോഗിച്ചാൽ കോപ്പിറൈറ്റ്, ഈ ഒരു കോപ്പിറൈറ്റ് മാച്ച് ടൂള് കണ്ടന്റ് ഡിറ്റക്ഷൻ ഉപയോഗിച്ച് സ്ട്രൈക്ക് കൊടുക്കാൻ പറ്റും. അതിന് അയാൾ യൂട്യൂബിൽ വേണം. എന്നാൽ നമ്മുടെ ഫേസ് ഉപയോഗിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടെയും ഇനി മുതൽ യൂട്യൂബിൽ അവർക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ യൂട്യൂബ് ഇല്ലാത്തവരൊക്കെ ഇനി യൂട്യൂബിലേക്ക് വരും. കാരണം ക്യാഷ് കിട്ടിയില്ലെങ്കിലും അവരുടെ ഫേക്ക് ആയിട്ടുള്ള വീഡിയോസ് യൂട്യൂബിൽ പ്രചരിപ്പിക്കാതിരിക്കാൻ കൂടി ഇത് കാരണമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ ആ രീതിയിൽ പറഞ്ഞത് ഇത് എത്രത്തോളം പുതിയ ആളുകൾക്ക് യൂസ്ഫുൾ ആണ് എന്നുള്ളത്. ഇനിയാണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്തൊരു കാര്യം. ഇത് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെ ഫോട്ടോ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യുന്നത് തടയാൻ പറ്റും. അപ്പൊ നമുക്കത് യൂസ്ഫുൾ ആണ്, ഓക്കെ. പക്ഷെ നമ്മൾ മറ്റു പലരുടെയും സാമ്യമുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇവര് ഇപ്പൊ ഇത് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ടെസ്റ്റിങ്ങിലാണ്, ഒരു എക്സ്പെരിമെന്റൽ ആയിട്ടുമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്, കുറച്ച് പേർക്ക് ലഭിച്ചിട്ടുള്ളൂ. പക്ഷെ ഇവർ തന്നെ പറയുന്നുണ്ട് ഇതില് കുറച്ച് ഭാഗങ്ങൾ ഉപയോഗിച്ചാൽ, ചെറിയ ക്ലിപ്പ് ഉപയോഗിച്ചതൊക്കെ മാച്ചിങ് വന്നേക്കാം. അപ്പൊ നിങ്ങൾ ഒരിക്കലും അത് റിക്വസ്റ്റ് റിമൂവ് ചെയ്യാൻ കൊടുക്കണം. അത് ഫെയർ യൂസിൽ പെടാം. അതൊക്കെ നമ്മളോട് ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്താൻ പറയുന്നുണ്ട്. അപ്പൊ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഏത് രീതിയിലാണ് റൺ ആവുക നമുക്ക് അറിയില്ല. കാരണം ഇത് എല്ലാവരിലേക്കും വ്യാപകമായിട്ട് എത്തിയിട്ടില്ല. പക്ഷെ നമ്മുടെ വീഡിയോ ഒരു ഫെയർ യൂസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ മാച്ചിങ് വരാമെന്നവർ പറയുമ്പോൾ അപ്പുറത്തെ ആൾ നമ്മൾ ഏതെങ്കിലും ഷോർട്സിലോ അതിന് ചെറിയ രീതിയിൽ ഒരു ഫെയർ യൂസ്, ഒരു ഫോട്ടോയോ എന്തെങ്കിലും വെച്ച് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ, ചെറിയൊരു കട്ട്സ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നെഗറ്റീവായിട്ട് വരാം, നമുക്ക് റിക്വസ്റ്റ് റിമൂവൽ വന്നേക്കാം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ യൂട്യൂബ് തന്നെ പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു അവർ രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്ത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ ആകുമ്പോഴാണ് നമ്മളിലേക്ക് എത്തുക. അതിന് കുറച്ച് മാസങ്ങൾ കഴിയുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. കുറച്ച് പേർക്ക് ഇത് ഈ ഒരു ടൂൾ ഇപ്പൊ തന്നെ ഒരു ടെസ്റ്റിംഗ് എന്നുള്ള രീതിയിൽ എത്തിയിട്ടുമുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ളവർക്ക് റിമൂവ് കൊടുക്കാം. അതുപോലെ മറ്റുള്ളവർ നമുക്ക് പണി തരാൻ ചാൻസ് ഉണ്ട്. കാരണം ഒരുപാട് ന്യൂ യൂട്യൂബേഴ്സ് AI ഉപയോഗിച്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഫോട്ടോ വെച്ചിട്ട് അങ്ങനെ കാര്യങ്ങൾ പല രീതിയിലും കട്ട്സ് ഉപയോഗിക്കുന്നു, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ മാച്ചിങ്ങിൽ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് റിമൂവൽ കൊടുക്കുന്നവരോട് ശ്രദ്ധിക്കാനൊക്കെ പറയുന്നുണ്ട്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഇതിൽ നമ്മൾ നമ്മുടെ ഫേസ് വെരിഫിക്കേഷൻ ചെയ്യേണ്ടതുണ്ട്. ആ ഒരു വെരിഫിക്കേഷൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ആ ഒരു എന്താ പറയുക, നമ്മൾ ഫേസ് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അവർ പറയുന്ന ആംഗിളിലേക്ക് തിരിച്ച് സ്കാൻ ചെയ്ത് ആ ഫേസുമായിട്ട് സാമ്യമുള്ള വീഡിയോസ് ആണ് ഈ ഒരു ലൈക്ക്നെസ് ഡിറ്റക്ഷൻ ടൂളിൽ നമുക്ക് ലഭിക്കുക. അപ്പൊ അതല്ലാതെ പുറത്തു നിന്നുള്ള ആളുകളുടെ വീഡിയോ വെച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു ഇതിൽ മാച്ചിങ് വരില്ല. ഈ ഒരു സെയിം വ്യക്തിയുടെ മാത്രം സാമ്യമുള്ള ദുരുപയോഗം ചെയ്തിട്ടുള്ള വീഡിയോസുകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. യൂട്യൂബിൽ ഇല്ലാത്ത ഒരാൾക്ക് യൂട്യൂബിലേക്ക് കടന്നു വന്ന് ഈ ഒരു ടൂൾ ലഭിച്ചു കഴിഞ്ഞാൽ ഈ അവരുടെ ഫേസുമായി ബന്ധപ്പെട്ടിട്ട് വരുന്നതൊക്കെ പിന്നെ ബ്ലോക്ക് ചെയ്യാൻ കഴിയും. ഒരുപാട് ആളുകൾക്ക്, സെലിബ്രിറ്റീസിന്, അതുപോലെ ഈ പ്രൈവസി ആഗ്രഹിക്കുന്നവർക്ക്, സ്ത്രീകൾക്കൊക്കെ ഇതൊരു സുരക്ഷിതത്വം നൽകുന്ന ഒരു ടൂളാണെന്ന് പറയാം. പ്രത്യേകിച്ച് AI ഇത്രയും ഡെവലപ്പായ ലോകത്ത്. കാരണം ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അത് ഒറിജിനൽ ആണോ ഫേക്ക് ആണോ അത് AI ഉപയോഗിച്ച് ചെയ്തതാണോ എന്നൊന്നും അറിയാൻ പറ്റാത്ത രീതിയിൽ അത്രയും ഒറിജിനാലിറ്റിയിലാണ് ഇപ്പോൾ AI വീഡിയോസ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇതെങ്ങനെ നമുക്ക് എനേബിൾ ചെയ്യാം, ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇതെങ്ങനെ നമുക്ക് എനേബിൾ ചെയ്യാം, എങ്ങനെ റിക്വസ്റ്റ് റിമൂവ് കൊടുക്കാം, ഒരുപാട് കാര്യങ്ങൾ, ഇത് ആർക്കൊക്കെ ലഭിക്കും, അതൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്യുന്നതിനായി നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോ ഡെസ്ക്ടോപ്പ് വേർഷനിൽ ഓൺ ചെയ്ത ശേഷം
കണ്ടന്റ് ഡിറ്റക്ഷൻ എന്ന് കാണാം നിങ്ങൾക്ക്. ഇവിടെ ഈ ഒരു കണ്ടന്റ് ഡിറ്റക്ഷൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു ഓപ്ഷൻ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക്നെസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ടേൺ ഓൺ കൊടുക്കാം. അതല്ലെങ്കിൽ ഇത് കുറച്ച് മാസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. മോണിറ്റൈസേഷൻ ആയവർക്കാണ് ലഭിക്കുക എന്നുള്ളതാണ് അവർ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഇങ്ങനൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റാർട്ട് നൗ എന്നുള്ളൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 സ്റ്റെപ്പ് വരും. ആദ്യത്തേത് ടേംസ് ആൻഡ് കണ്ടീഷൻസ് അക്സെപ്റ്റ് ചെയ്യാൻ, രണ്ടാമത്തേത് നമ്മുടെ ID പ്രൂഫ് സബ്മിറ്റ് ചെയ്യാനും ഒരു വീഡിയോ വെരിഫിക്കേഷനും, മൂന്നാമത്തേത് നമുക്കൊരു മെയിൽ വരും സക്സസ് ആണോ അല്ലയോ എന്നുള്ളത്. കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ടേംസ് ആൻഡ് കണ്ടീഷൻസ് അക്സെപ്റ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് പുതിയൊരു QR കോഡ് വരും. ആ ഒരു QR കോഡ് നമ്മൾ ഫോണിലെ ക്യാമറ ഉപയോഗിച്ച് സ്കാൻ ചെയ്യുക. അങ്ങനെ സ്കാൻ ചെയ്യുമ്പോൾ ഒരു ലിങ്ക് വരും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പിൽ ഫോട്ടോ ചോദിക്കും. ഫോട്ടോ നമ്മൾ ഏത് ID ആണോ നമ്മൾ ഫോട്ടോ വെക്കുന്നത്, അപ്പോൾ ആ ഡ്രൈവിംഗ് ലൈസൻസ് ആണെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് വീണ്ടും ടേംസ് ആൻഡ് കണ്ടീഷൻസ് അക്സെപ്റ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ ആക്സസ് ഒക്കെ നമ്മൾ ഓക്കെ കൊടുത്ത ശേഷം നമ്മൾ ആ ഒരു ഡ്രൈവിംഗ് ലൈസൻസ് സ്കാൻ ചെയ്യുക. അങ്ങനെ സ്കാൻ ചെയ്ത് ജസ്റ്റ് ഫ്രണ്ടും ബാക്കും നമ്മൾ സ്കാൻ ചെയ്ത് കൊടുത്ത ശേഷം അത് അപ്ലോഡ് ആകുന്നതാണ്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ് വീഡിയോ വെരിഫിക്കേഷൻ ആണ്. അപ്പോൾ അവിടെ നെയിമും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, ഡേറ്റ് ഓഫ് ബർത്ത്. വീഡിയോ വെരിഫിക്കേഷൻ ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മൾ അഡ്വാൻസ്ഡ് വെരിഫിക്കേഷൻ്റെ അതേ സ്റ്റെപ്പ് പോലെ തന്നെ നമ്മൾ നമ്മുടെ ഐ കോണ്ടാക്റ്റിൽ വെക്കുക, സെൽഫി എടുക്കുന്ന പോലെ. ശേഷം നമുക്ക് അവരുടെ ഒരു ക്യാമറയിൽ ഇൻസ്ട്രക്ഷൻ വരും എങ്ങനെ നമ്മളെ ഹെഡ് മൂവ് ചെയ്യണം എന്നുള്ളത്. അപ്പം നമ്മൾ മുഖത്തിന് നേരെ ക്യാമറ പിടിച്ചിട്ട് ഇതുപോലെ റൈറ്റിലേക്ക് തിരിയാൻ പറയുമ്പോൾ റൈറ്റിലേക്ക് തിരിയുക, ലെഫ്റ്റിലേക്ക് തിരിയാൻ പറയുമ്പോൾ ലെഫ്റ്റിലേക്ക് തിരിയുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ വീഡിയോ അപ്ലോഡ് ആകുന്നതാണ്. അപ്പോൾ നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ ഈ ഒരു റിവ്യൂവിൻ്റെ റിസൾട്ട് വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ലൈക്ക്നെസ് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ടൂൾ അവിടെ ലഭിച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെ ലഭിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് ഉപയോഗിച്ച് ആരെങ്കിലും ആൾട്ടേർഡ് കണ്ടന്റ് പോലെ എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ടോ അതുപോലെ AI ഉപയോഗിച്ചിട്ടൊക്കെ നമ്മളെ വീഡിയോസ്, നമ്മളെ ഫേസിനോട് സാമ്യമുള്ള വീഡിയോസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. അപ്പോൾ ഇവിടെ വെച്ചിട്ട് നമുക്കത് കോപ്പിറൈറ്റ് പ്രോബ്ലം പോലെ നമുക്കത് റിമൂവ് ചെയ്യിക്കാനുള്ള ഇൻസ്ട്രക്ഷൻ കൊടുക്കാവുന്നതാണ്. അതിനുവേണ്ടി നമ്മൾ റിവ്യൂ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അങ്ങനെ റിവ്യൂ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വ്യത്യസ്ത രീതിയിൽ നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റും. ആർക്കൈവ് ഫോൾഡറിലേക്ക് മാറ്റാം, അതുപോലെ സബ്മിറ്റ് എ കോപ്പിറൈറ്റ് റിമൂവൽ റിക്വസ്റ്റ് കൊടുക്കാം, അതുപോലെ സബ്മിറ്റ് എ ലൈക്ക്നെസ് റിമൂവൽ റിക്വസ്റ്റ്. അപ്പോൾ ഇത് നമ്മൾ AI കണ്ടന്റ് ആണോ അതോ ഒറിജിനൽ കണ്ടന്റ് എടുത്ത് യൂസ് ചെയ്തതാണോ, അപ്പോൾ അതിനൊക്കെ അനുസരിച്ചിട്ടാണ് നമ്മൾ ഇവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ സ്റ്റാർട്ട് കൊടുത്താൽ തന്നെ സാധാ കോപ്പിറൈറ്റ് പ്രോബ്ലം കൊടുക്കുന്ന പോലെ തന്നെ ഫോം ഫില്ല് ചെയ്യാൻ വരുന്നു. കൺട്രി കാര്യങ്ങളൊക്കെ കൊടുത്ത ശേഷം നമ്മൾ ആ ഫോം കറക്റ്റായിട്ട് കൊടുത്ത് ഓഡിയോ ഉണ്ടെങ്കിൽ അതുകൂടി ക്ലിക്ക് ചെയ്ത് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ യൂട്യൂബ് ഇത് റിമൂവ് ചെയ്യാനുള്ള പ്രോസസ്സിലേക്ക് കടക്കുന്നതാണ്. അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊരു ഓപ്ഷൻ ലഭിച്ച ശേഷം ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെൽ ബട്ടൺ കൂടി അമർത്തുക. അപ്പോൾ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു യൂട്യൂബ് ടിപ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.